നമസ്കാരം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം തന്നെ അങ്ങോട്ട് പൊളിച്ചടുക്കി ഇല്ലാതാക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. പറഞ്ഞു വരുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിനെ പറ്റിയാണ്. ആരോഗ്യ വകുപ്പ് എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങളിലാണ്, എല്ലാ ദിവസവും. അതായത് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഒരു ഗർഭിണി നൗഷിജ 29 വയസ്സ് അവരിന്നിപ്പോൾ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടിരിക്കുന്നു. ചികിത്സ നടത്തി എന്നൊക്കെയാണ് അവിടുത്തെ ആശുപത്രി അധികൃതർ പറയുന്നത്. പിന്നെ അങ്ങനെയാണല്ലോ പറയുന്നത്. 29 വയസ്സേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊരു ഇഷ്യൂസും ഇല്ലാതെ വന്ന് താലൂക്ക് ആശുപത്രിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രി പ്രവേശ സമയത്ത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. 16-ാം തീയതി നമ്മള് സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുമായിട്ട് പോയിട്ട് ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പെയിന് വന്നിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞതാണ്. അങ്ങനെയാണ് ഇപ്പൊ 16-ാം തീയതി തിങ്കളാഴ്ച അഡ്മിറ്റ് ആയത്. ഓക്കെ, അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ അന്നൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ ദിവസം അവൾക്ക് പിന്നെ വയറൊന്ന് കഴുകി, പിന്നെ ഡെലിവറി ഉണ്ടായിരുന്നില്ല. 3ാമത്തെ ദിവസം പിന്നെ പ്രസവിക്കാനുള്ള മരുന്ന് വെച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം വ്യാഴാഴ്ച രാത്രി ഭക്ഷണം കഴിക്കണ്ട പറഞ്ഞു. പിന്നെ വ്യാഴാഴ്ച രാവിലെ 5 മണിയോട് കൂടിയിട്ട് ട്രിപ്പ് ഇട്ടിട്ട് പിന്നെ ഇവിടെ മെഡിസിന് കാരണമൊക്കെ കൊടുത്തു. പിന്നെ ഒരു 10 മണി ആകുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണം പറഞ്ഞ് അങ്ങനെ പോയി തിരിച്ചു വരുന്നതായിട്ടാണ് ആള് പുഴയെ ചെയ്തു. നമ്മളിപ്പോ ഒരു തിങ്കളാഴ്ച മുതലിപ്പോ ഈ ഒരു വെള്ളിയാഴ്ച ടെസ്റ്റ് സംഭവിക്കുന്ന വരെയും അവരതിനെ കുറിച്ചിട്ട് ക്രിട്ടിക്കലോ കാര്യങ്ങളൊന്നും നമ്മളോടൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ബെറ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം എന്താ വെച്ചാൽ ഞാനത് ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആളുണ്ടായിരുന്നു. കാരണം ഞാൻ എന്റെ കുട്ടിയെ മുന്നേ ഇതേപോലെ അവിടെ നിന്ന് കാണിച്ചിരുന്നത്. അപ്പൊ ഈ ഡോക്ടർ ലാസ്റ്റ് ടൈമിൽ എന്നോട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഒരു ചെറിയ വിഷയം വന്ന് നോക്കുമ്പോൾ നിങ്ങള് വേറെ കാണിക്കാൻ പറഞ്ഞാൽ എന്റെ കുട്ടിയെ ഞാൻ വേറെ കാണിച്ചതാണ്. അപ്പൊ ഈ ഡോക്ടറെ കുഴപ്പമില്ല, നോക്കുന്ന വല്ല കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് കാര്യമായിട്ടൊന്നും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, തോന്നിയിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ ഒരു ഇത് കൊടുത്തതിന് ശേഷമാണ് വ്യാഴാഴ്ച ദിവസമാണ് പിന്നെ മരുന്ന് കൊടുത്തു. വെള്ളിയാഴ്ച പെട്ടെന്ന് കുഴഞ്ഞു വീണു. അവര് CPR കൊടുത്തതിന് ശേഷം ട്യൂബിട്ട് ഓക്സിജൻ കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ ഒരു ആംബുലൻസിൽ കയറ്റിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കണ്ട, കാരണം ടൈം ഉണ്ടാവില്ല, നമുക്ക് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി ആണെങ്കിൽ നമുക്ക് കാണിക്കാന്നുള്ള അടിസ്ഥാനത്തിൽ PK കൊണ്ടുപോയത്. അപ്പൊ അവിടെ എത്തി അത്യാഹിതത്തിൽ കയറ്റി ഞാൻ അവിടെ നോക്കി. അവര് CPR ഒക്കെ കൊടുത്ത് മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുമ്പോ ഒന്നും റിയാക്ട് ചെയ്തില്ല ആള്. പിന്നെ ഒരു 10 മിനിറ്റ് കൂടി CPR കൊടുത്തിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ മരണം സ്ഥിരീകരിച്ച ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് അവിടെ എത്തുമ്പോ പൾസ് ഉണ്ടായിരുന്നില്ല എന്നാണ്. എനിക്ക് ഒരു സംശയം എന്നുള്ള രീതിയിൽ ഈ 4-5 ദിവസം അവിടെ കിടന്നിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രസവത്തിന്റെ കാര്യം നടന്നില്ല. അപ്പൊ അവര് ഇനിയിപ്പോ എന്തെങ്കിലും ബെറ്റർ ആയിട്ട് ചികിത്സക്ക് വേണ്ടിയിട്ട് വേറെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളോടൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു ക്രിട്ടിക്കലാണ് എന്നുള്ള കാര്യമൊന്നും ഡോക്ടറോട് നമ്മളോട് പറഞ്ഞിരുന്നില്ല. അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അവര് വരും നോക്കും പോവും എന്നുള്ള രീതിയിലായിരുന്നു. എന്താണ് ഇതിന് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ചികിത്സയുടെ ഭാഗം എന്താണെന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ബോഡി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇനിയിപ്പം മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനെല്ലാം ശേഷമാണ് മരണകാരണം വ്യക്തമാവുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അത് മെഡിക്കൽ സംഘം ഇവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ എപ്പോഴും നൽകുകയുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു വകുപ്പിനെ ഇത്ര രീതിയിൽ ആഭാസമാക്കിയിരിക്കുന്ന ഒരു വകുപ്പ് മന്ത്രിയുണ്ട്. അവർക്ക് സുംബ ഡാൻസ് കളിക്കാനും അതുപോലെ തന്നെ കപ്പിസ്ഥാന സ്തുതി പാടാനും പിണറായി സ്തുതി 24 മണിക്കൂർ പാടിക്കൊണ്ടിരിക്കാനും മാത്രമേ അവർക്ക് സമയമുള്ളൂ. അവരെ സംബന്ധിച്ച് പൊതുമണ്ഡലത്തിൽ പറയുന്നത് അവർക്ക് ഇത്തരം വകുപ്പുകളൊന്നും, അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുള്ള വകുപ്പുകളൊന്നും അവർക്ക് ആവശ്യമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് വല്ല ഡാൻസ് വകുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പ്. നമുക്ക് ഈ പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇനിയാണെങ്കിലും ശരി ഏതെങ്കിലും ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും ഒരു വകുപ്പ് മന്ത്രിസ്ഥാനം ഒക്കെ നൽകാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ, അത് ഏത് മുന്നണിയാണെങ്കിലും കുഴപ്പമില്ല, ആരാണെങ്കിലും കുഴപ്പമില്ല, ഇവരെയൊക്കെ ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പ്, ഒരു പുതിയൊരു വകുപ്പ് രൂപീകരിക്കുക. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ 10, 25, 30ഓളം വകുപ്പുകളുണ്ട്. മന്ത്രിമാർ 18 പേര് 19 പേരേ ഉള്ളൂ എങ്കിൽ പോലും കൂടെ അപ്പോൾ വകുപ്പ് 10, 25, 30 വകുപ്പോളം ഉണ്ട്. പുതിയ 1-2 വകുപ്പും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതായത് ഒരു ഡാൻസ് വകുപ്പ്,
അതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഒരു മേക്കപ്പ് വകുപ്പ്, അങ്ങനെ പറഞ്ഞിട്ടൊരു വകുപ്പ് ഉണ്ടാക്കാമല്ലോ. കാരണം ഇപ്പോൾ മേക്കപ്പിൻ്റെ കാലമാണല്ലോ, എല്ലായിടത്തും എങ്ങോട്ട് തിരിഞ്ഞാലും ഫുൾ മേക്കപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു മന്ത്രിയാക്കി ഇരുത്താനായിട്ട് കൊള്ളാം എന്നുള്ളതാണ് ഇപ്പം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നൊരു വാദം. ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വീണ ജോർജിനൊക്കെ ഇനി അങ്ങനെ വല്ല വകുപ്പും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇവർക്കാകെ അറിയാവുന്ന പണിയെന്ന് പറയുന്നത് ഈ ഡാൻസ് വകുപ്പും മേക്കപ്പ് വകുപ്പും പിന്നെ പിണറായി സ്തുതിയും കപ്പിത്താൻ സ്തുതിയും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറേ മെത്രാന്മാരുടെ കൈമുത്തി കാലുമുത്തി അവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ടൂറ് പോകാനും ടൂറ് അടിച്ച് നടക്കാനും ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും ശരി, ഇവിടെ ഈ ആരോഗ്യ വകുപ്പിൽ ഓരോ ദിവസവും പ്രശ്നങ്ങളാണ്. ഇന്നലെ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഒരു 5 വർഷം മുമ്പ് നടന്ന ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് കത്രിക വയറ്റിൽ കുടുങ്ങിയത്. അമൃത ഹോസ്പിറ്റലിൽ അത് ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2017 ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത്. ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു ആശയം പൊതുസമൂഹത്തിലേക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ളതാണ് CPMൻ്റെ ചിഹ്നം. അതിപ്പോൾ അരിവാൾ കത്രിക നക്ഷത്രം എന്നുള്ള രീതിയിലേക്ക് മാറ്റാനായിട്ട് പൊതുസമൂഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഏറ്റവും ചുരുങ്ങിയത് ഈ വീണ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ വീണ ജോർജിൻ്റെ മണ്ഡലത്തിലെങ്കിലും അരിവാൾ കത്രിക നക്ഷത്രം ചിഹ്നമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. എല്ലാവർക്കും നന്ദി.